കരുത്തു കാണിക്കാൻ ഇനി വന്ദേ മെട്രോ എത്താൻ വലിയ താമസമൊന്നുമില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സ്റ്റോപ്പുകളായി യാത്രക്കാർക്ക് ഏറ്റവും മികച്ച യാത്രാനുഭവം നൽകാൻ വരുന്ന വന്ദേ മെട്രോയുടെ ആദ്യ പരീക്ഷണ ഓട്ടം ഇന്ന് നടക്കും. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി ചെന്നൈ ബീച്ചിലും കാട്ട്പടി ജംഗ്ഷനുമിടയിലാണ് വന്ദേ മെട്രോയുടെ ആദ്യ പരീക്ഷണോട്ടം നടത്തുക. ഇന്ന് ചെന്നൈ ബീച്ച് മുതൽ കാട്ട്പടി ജംഗ്ഷൻ വരെ 130 കിലോമീറ്റർ ദൂരത്തിലാണ് വന്ദേ മെട്രോ ട്രയൽ റൺ നടത്തുന്നത്. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയും പരീക്ഷണ ഓട്ടത്തിൽ വന്ദേ മെട്രോയിൽ യാത്ര ചെയ്യും. തുടർന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നഗരങ്ങൾക്കിടയിൽ അതിവേഗ കണക്ടിവിറ്റി ലക്ഷ്യം വെച്ചാണ് വന്ദേ മെട്രോ വരുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്റ്റോപ്പുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ സ്റ്റോപ്പുകൾ ഉള്ളതിനാൽ തന്നെ പെട്ടെന്ന് വേഗത കൂട്ടാനും കുറയ്ക്കാനും നിർത്തുവാനും കഴിയുന്ന ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തുക. 150 കിലോമീറ്ററിനും 200 കിലോമീറ്ററിനും ഇടയിലുള്ള രാജ്യത്തെ 124 നഗരങ്ങളെ ബന്ധിപ്പിക്കുകയാണ് വന്ദേ മെട്രോ ലക്ഷ്യം വെക്കുന്നത്. ചെന്നൈ, മുംബൈ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ നിന്നും 200-250 കിലോമീറ്ററിനുള്ളിൽ ഈ AC ട്രെയിനുകൾ വിന്യസിപ്പിക്കണമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. പാൻട്രി കാർ ഇല്ല എന്നതൊഴിച്ചാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ എല്ലാ സൗകര്യങ്ങളും വന്ദേ മെട്രോയിലും ഉണ്ടായിരിക്കും. ഹ്രസ്വദൂര റൂട്ടുകളിൽ ഓടുന്നതിനാൽ നിന്നു പോവാനുള്ള സൗകര്യങ്ങളോടൊപ്പം വന്ദേ മെട്രോ വരിക. ഓരോ കോച്ചിലും 100 യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും 200-ലധികം സ്റ്റാൻഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. കൂടാതെ വന്ദേ മെട്രോയുടെ എല്ലാ ഒന്നിടവിട്ട കോച്ചുകളിലും ഒരു പവർ പാക്ക് ഉള്ളതിനാൽ പുതിയ ട്രെയിൻ വേരിയന്റ് മികച്ച ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. നിലവിൽ മെമു ട്രെയിനുകളിൽ ഓരോ 4 കോച്ചുകൾ ഇടയിലാണ് ഒരു പവർ പാക്ക് വരുന്നത്. ഇത് ട്രെയിനിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു. ഇന്റർസിറ്റി ഹ്രസ്വദൂര യാത്രക്കാർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വന്ദേ മെട്രോയിൽ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ബോർഡിങ്ങിനും ഡീബോർഡിങ്ങിനുമായി ഇരട്ട വാതിലുകളാണ് ഉണ്ടാവുക. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും വന്ദേ മെട്രോ ട്രെയിനുകൾ. ഓട്ടോമാറ്റിക് ഗേറ്റുകൾ, മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ, ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ്, റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ, പാനോരമിക് വിൻഡോകൾ തുടങ്ങിയവയും കോച്ചുകളിൽ ഉണ്ടായിരിക്കും. മെട്രോ കോച്ചുകൾക്കിടയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കും. ചെന്നൈ കാട്ട്പടി വന്ദേ മെട്രോ പരീക്ഷണ ഓട്ടം രാവിലെ 9:30 ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വില്ലിവാക്കത്തിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് രാവിലെ 10:10 ട്രെയിനിൽ കയറും. 5 മിനിറ്റിന് ശേഷം കാട്ട്പട്ടിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ രാവിലെ 11:55 എത്തിച്ചേരും. കാട്ട്പട്ടിൽ നിന്നും ഉച്ചയ്ക്ക് 12:15 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയോടെ 2 ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വിധത്തിലാണ് ക്രമീകരണം. എന്നിങ്ങനെയൊക്കെയാണ് നിലവിൽ ഇന്ന് ക്രമീകരിച്ചിട്ടുള്ള സമയക്രമം. അതേസമയം പരീക്ഷണ ഓട്ടത്തിന് മാത്രമാണോ അതോ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആണോ ഈ റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന തിരക്കേറിയ ഈ റൂട്ടിൽ വന്ദേ മെട്രോ വരാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി മുതൽ വന്ദേ മെട്രോ ജനങ്ങൾക്ക് സ്വന്തമാണ്. യാത്രയുടെ സമയം കുറയ്ക്കാനും അതിവേഗത്തിൽ എത്തേണ്ടിടത്ത് എത്തുവാനും ഈ ഒരു വന്ദേ മെട്രോ നമ്മളെ സഹായിക്കും.